ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റവയപ്പം. അതിനായിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങയൊക്കെ നമുക്ക് ചിരുകി എടുക്കാം. അരത്തോടം തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. തേങ്ങാവെള്ളം അരത്തോടം തേങ്ങാവെള്ളം. അതുപോലെ തന്നെ 1 കിലോ വറുത്ത റവ എടുത്തിട്ടുണ്ട്. 1 കിലോ വറുത്ത റവയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ പശുവും പാൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പശുവും പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ റവയിലോട്ട് നമ്മൾ പശുപാൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇളക്കി മിക്സാക്കുകയാണ്. റവയിലോട്ട് പശുപാൽ ചേർത്തിട്ട് നമ്മൾ ഇളക്കി മിക്സാക്കി എടുക്കുകയാണ്. നമ്മൾ തേങ്ങാവെള്ളം ഒഴിച്ച് കൊടുത്തു. തേങ്ങാവെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സാക്കി കൊടുക്കുകയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ ഇളക്കി മിക്സാക്കി എടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ജീരകം ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ തേങ്ങ ചേർത്ത് കൊടുത്തു. തേങ്ങയും കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മൾ മിക്സാക്കി എടുക്കുകയാണ്. തേങ്ങയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് മിക്സാക്കി എടുത്തു. ഇനി നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ മിക്സി ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു. വെള്ളം ഒഴിച്ച് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ചെടുത്തു. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. പാത്രത്തിലേക്കൊക്കെ ഒഴിച്ച് മാറ്റി. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും നമ്മളിതുപോലെ ഒഴിച്ചു. ഇനി നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം അപ്പം അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുകയാണ്. എണ്ണയൊക്കെ തേച്ച് ദോശക്കല്ലൊക്കെ ചൂടായി വരികയാണ്. ദോശക്കല്ലൊക്കെ ചൂടായ ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച ശേഷം നമുക്കൊരു അപ്പങ്ങൾ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അപ്പവും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഒഴിച്ച് കൊടുത്തു. നമ്മൾ അപ്പം തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമ്മൾ സെരമയിലോട്ട് മാറ്റുകയാണ്. അപ്പമൊക്കെ റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ അപ്പം റെഡിയായി. അതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പവും മൊത്തത്തിൽ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളൊരു 10-25 അപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ അടിക്കുക. അപ്പോൾ ഇത് കഴിക്കാൻ യാതൊരു കറികളോ ആവശ്യമൊന്നുമില്ല. നമുക്ക് അല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി അപ്പമാണ്, വളരെ ഹെൽത്തി അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഗായ്സ്.